നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മക്കളെ, നമ്മൾ +1 മുതൽ പഠിക്കുന്നതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്, ശരിയാണല്ലോ? അപ്പോൾ +1 മാത്രമാണോ പഠിക്കുന്നതെന്ന് ചോദിച്ചതിന് ഒരിക്കലുമല്ല. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? +2ലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു ഓർഗാനിക് ചാപ്റ്റർ എടുത്താലും ആ ചാപ്റ്ററിലെല്ലാം തന്നെ എന്തുണ്ട്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്, ശരിയാണല്ലോ? അപ്പോൾ +2ലെ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അമൈൻസിൽ പഠിക്കാനുണ്ട്, ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ് പഠിക്കാനുണ്ട്, ആൽക്കോഹോൾ ഫിനോൾസ് ആൻഡ് ഈതറിൽ പഠിക്കാനുണ്ട്, ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസിൽ ഉണ്ട്, ശരിയല്ലേ? അതേപോലെ തന്നെ +1ലാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററായ നോമൻക്ലേച്ചറിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. അവിടെ മാത്രമാണ് പഠിച്ചതെന്ന് ചോദിച്ചതിന് ഒരിക്കലുമല്ല. നമ്മുടെ ഹൈഡ്രോ കാർബണിൽ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലടാ മക്കളെ? നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്, അതിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുന്നേ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇലക്ട്രോഫൈൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കാം, ഇലക്ട്രോഫൈൽ എന്തെന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ, ഇലക്ട്രോഫൈൽ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്താണ് മക്കളെ? ഇലക്ട്രോഫൈൽ. അപ്പൊ ഇലക്ട്രോഫൈലിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇലക്ട്രോഫൈലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ഇലക്ട്രോണിനെ കുറിച്ചാണ് വേണ്ടത്. അപ്പൊ ഇലക്ട്രോണിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ ഇലക്ട്രോണിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. എന്താണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട എന്താണ് മനസ്സിൽ വരേണ്ടത്? വേഗം പറഞ്ഞു തന്നെ. നെഗറ്റീവ് ചാർജഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ശരിയല്ലേ? അപ്പൊ നോക്കിക്കേ, നെഗറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കാൻ പറ്റുക. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താടാ പറഞ്ഞു തന്നെ? നെഗറ്റീവ് ചാർജ് ആണെന്ന് ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ആ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അവിടെ? വേറെ ഒന്നുമില്ല മക്കളെ. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കാൻ പറ്റുക. അപ്പോൾ ഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ലവിങ് ആണ്. മനസ്സിലായല്ലോ? ഫൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ലവിങ്. അപ്പൊ ഇലക്ട്രോണിനെ ലവ് ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇലക്ട്രോഫൈൽ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്ക് വരാം. അപ്പൊ എന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേര് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോ അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പകരക്കാരൻ എന്നാണ് അർത്ഥം വരാം. ഒരാളെ മാറ്റിയിട്ട്, ഇത്രയുള്ളടാ, വേറെ ഒന്നുമില്ല. ഒരാളെ മാറ്റിയിട്ട് അയാൾക്ക് പകരം വേറൊരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഫിലിക് ആണോ ന്യൂക്ലിയോഫിലിക് ആണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അതൊന്നും നമ്മൾ പറയുന്നില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരാൾക്ക് പകരം വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ക്ലിയർ അല്ലേ? ആ കാര്യം നിങ്ങളുടെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഇലക്ട്രോഫൈൽ എന്താന്ന് പറഞ്ഞു. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, നെഗറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? നെഗറ്റീവ് ചാർജിനെ ലവ് ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം? നെഗറ്റീവ് ചാർജ് ലവിങ്ങിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇലക്ട്രോഫൈൽ എന്ന സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. റെഡിയാണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്കാണ് നമ്മൾ വരുന്നത്. നോക്കിക്കേടാ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. മക്കളെ ശ്രദ്ധിക്കണം, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ റിയാക്ഷൻ അല്ല, അതിൻ്റെ അകത്ത് തന്നെ കുറെ സബ് കാറ്റഗറി വരുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നുമില്ലടാ, ഹാലോജനേഷൻ റിയാക്ഷൻ ആണ്. ഒന്നാമത്തെ ഏതാണ്? ഹാലോജനേഷൻ ആണ്. അതേപോലെ തന്നെ തൊട്ടടുത്ത് വരുന്നതാണ് നൈട്രേഷൻ വരുന്നുണ്ട്. ഹാലോജനേഷൻ മാത്രമല്ല, നൈട്രേഷൻ വരുന്നുണ്ട്. ദെൻ അടുത്ത് വരുന്നതാണ് സൾഫോണേഷൻ വരുന്നുണ്ട്.
അതുകൂടാതെ തന്നെ അടുത്ത ആളാരാടാ? സൾഫണേഷൻ കഴിഞ്ഞു. 5 വരെ പൊതുവെ വരുന്നത്. അതിൽ ഹാലജനേഷൻ പറഞ്ഞു, നൈട്രേഷൻ പറഞ്ഞു, സൾഫണേഷൻ പറഞ്ഞു. ഇനി ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ പറയുമ്പോഴത്തേക്കും 2 പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏതും വരുന്നുണ്ടോ മക്കളെ? ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനും വരുന്നുണ്ട്. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും വരുന്നുണ്ട്. ആൽക്കൈലേഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന എന്തായിരിക്കണം? അത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. അസൈലേഷനും വരുന്നുണ്ട്. ഈ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ സാറ് പറഞ്ഞ എന്താണ് മക്കളെ? വേറെ ഒന്നുമില്ല. ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 5 തരത്തിലാണ് പൊതുവെ കാണുക. അതിൽ ഒന്നാമത്തത് ഞാൻ പറഞ്ഞു ഹാലജനേഷൻ റിയാക്ഷൻ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ എന്താണ്? നൈട്രേഷൻ റിയാക്ഷൻ. മൂന്നാമത്തെ ഞാൻ പറഞ്ഞ എന്താ? സൾഫണേഷൻ റിയാക്ഷൻ. നാലാമത്തെ ഞാൻ പറഞ്ഞ എന്താ? ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അഞ്ചാമത് ഞാൻ പറഞ്ഞ എന്താ? ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. റെഡിയല്ലേ? കിട്ടിയല്ലോ? ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഹാലജനേഷൻ റിയാക്ഷനുകളെ നമുക്ക് വീണ്ടും തിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വേണം, ആദ്യം തന്നെ സാറ് പറയാൻ പോകുന്ന ഹാലജനേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ഞാൻ പറയുന്നത് ഏതാണ് മക്കളെ? ഹാലജനേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, അടുത്ത പറയുന്നതാണ് ഹാലജനേഷൻ. അപ്പോ വേഗം പറഞ്ഞേ മക്കളെ, എന്താണ് ഹാലജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് കാര്യങ്ങൾ തൊട്ടാൽ ഞാൻ പറയുന്നത് ഇൻഡെപ്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഹാലജനേഷൻ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു കാര്യം പഠിക്കണം മക്കളെ. വേറെ ഒന്നുമില്ലടാ. അതായത് ഹാലജൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? ശരിയാണല്ലോ. പീരിയോഡിക് ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാലജൻ ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹാലജൻസ് എന്ന് പറയുമ്പോൾ സിംപിളി നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? എക്സ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കാറ്. ഹാലജൻസിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് മക്കളെ? എക്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഹാലജൻസ് ഏതൊക്കെയുണ്ട്? പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലൂറിൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ക്ലോറിൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രോമിൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആര് വരുന്നൂടാ? അയഡിൻ വരുന്നുണ്ട്. ഇത്രയാണ്. അതിന് തൊട്ട് താഴെ അസ്റ്റാറ്റിൻ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഹാലജനേഷനിൽ ഹാലജൻസ് ആയിട്ട് നമുക്ക് ഹാലജനേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ആൾക്കാരെന്ന് പറഞ്ഞത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണ്. അപ്പൊ ആരൊക്കെയുണ്ട് ഹാലജൻസിൽ വരുന്ന? വേഗം പറഞ്ഞ ടപ്പ് എന്ന് പറഞ്ഞ മക്കളെ, വേറെ ഒന്നുമില്ല. അപ്പൊ ഹാലജൻസിൽ വരുന്ന ആരൊക്കെയുണ്ട്? ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ കിടക്കട്ടെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും ഹാലജനേഷൻ. അതായത് ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലൂറിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും മക്കളെ? വേഗം പറഞ്ഞേടാ, ഫ്ലൂറിനേഷൻ അല്ലെ? അപ്പൊ അടുത്ത ഏതൊക്കെ വരുന്നുണ്ട്? ഒന്നാമത്തെ നമുക്ക് കിട്ടി എന്താ വിളിക്കുക? ഫ്ലൂറിനേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. അടുത്ത ഏതായിരിക്കും ഇവിടെ? വേറെ ഒന്നുമില്ല, ക്ലോറിനേഷൻ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലേ? ക്ലോറിനേഷൻ. അടുത്ത ഏതായിരിക്കണം? അടുത്താണ് നമ്മുടെ എന്ത് വിളിക്കാൻ പറ്റും? ബ്രോമിനേഷൻ എന്ന് വിളിക്കും. ബ്രോമിനേഷൻ. തൊട്ടടുത്ത് വരുന്നതാണ് അയഡിനേഷൻ, അയോഡിനേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഹാലജനേഷനിൽ പ്രധാനമായിട്ടും നമുക്ക് 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഫ്ലൂറിനേഷനും, രണ്ടാമത്തത് ക്ലോറിനേഷനും, മൂന്നാമത്തത് ബ്രോമിനേഷനും, നാലാമത്തത് അയഡിനേഷൻ റിയാക്ഷനും ആകുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഹാലജനേഷൻ റിയാക്ഷനിലുള്ള ആൾക്കാരെ കിട്ടിയല്ലോ. ആരൊക്കെ വരുന്നുണ്ട് ഹാലജനേഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഏതാണ് മക്കളെ? ഫ്ലൂറിനേഷൻ. അതേപോലെ തന്നെ ക്ലോറിനേഷൻ, ദെൻ ബ്രോമിനേഷൻ, അയഡിനേഷൻ. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് ഫ്ലൂറിനേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ പൊതുവെ നമ്മൾ എന്ത് ചെയ്യില്ല, നടത്താറില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കാരണം ഫ്ലൂറിനേഷൻ നടത്താത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പ്ലോസീവ് ആണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഫ്ലൂറിനേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പൊതുവെ നടത്താറില്ല. അപ്പൊ എന്തായിരിക്കണം കാരണം? എക്സ്പ്ലോസീവ് ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മനസ്സിലായോ? എക്സ്പ്ലോസീവ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ എന്തായിരിക്കണം അവിടെ? ഹൈലി റിയാക്റ്റീവ് ആണെന്നും കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിടികിട്ടിയോ? ഓക്കെ ആണല്ലോ? ഇനി അതേപോലെ തന്നെയാണ് മക്കളെ അയഡിനേഷൻ എന്ന് പറയുന്ന റിയാക്ഷനും. അപ്പൊ ഈ അയഡിനേഷനും ഫ്ലൂറിനേഷനും നമ്മൾ പൊതുവെ നടത്താറില്ല. അയഡിനേഷൻ നടത്താത്തതിന് കാരണം നമുക്ക് എന്തായാലും പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. അതെന്തായിരിക്കും മക്കളെ? വേറെ ഒന്നുമില്ല. അയഡിനേഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ റിവേഴ്സിബിൾ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്താണ് മക്കളെ പറഞ്ഞു തന്നെ? റിയാക്ഷൻ റിവേഴ്സിബിൾ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഫ്ലൂറിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈലി എക്സ്പ്ലോസീവ് ആണ് എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് പറയാം. അതേപോലെ തന്നെ റിയാക്ഷൻ എന്തായിരിക്കണം? ഹൈലി
റിയാക്റ്റീവ് ആണെന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൂറിനേഷനും അതേപോലെ തന്നെ അയഡിനേഷനും നടത്തില്ല. അയഡിനേഷൻ നടത്താത്തതിന് കാരണം ഞാൻ പറഞ്ഞു, റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, റിവേഴ്സിബിൾ നടക്കും എന്ന് മനസ്സിലാക്കണം. റിവേഴ്സിബിൾ റിയാക്ഷനെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മക്കളെ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്താ പോകുന്നത്. അപ്പൊ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഫോർവേഡും അതേപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്ന ആ റിയാക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാൻ പറ്റുക, നോക്കിക്കേ, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ മക്കളെ. ഞാൻ എന്തോ ഒരു റിയാക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചോ, N2 + 3H2 ഗീവിങ് 2NH3 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ എടുത്തു എന്ന് വിചാരിച്ചു, ഒരു കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇത് ഏത് റിയാക്ഷനാണ്, ഹേബർ പ്രോസസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഹേബർ പ്രോസസ് എന്നാണ് നമ്മൾ വിളിക്കുക, ശരിയല്ലേ? ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി, നിങ്ങൾ പറഞ്ഞു തന്നെ മക്കളെ, വേഗം പറഞ്ഞേ. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലടാ, അമോണിയ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹേബർ പ്രോസസ് എന്ന് വിളിക്കുക. ശരിയാണല്ലോ? അമോണിയ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, ഹേബർ പ്രോസസ് എന്നാണ് വിളിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, അമോണിയ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്, ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ നടക്കുന്നുള്ളൂ, ഫോർവേഡ്. അപ്പൊ ഞാൻ ഈ ആരോ ഇങ്ങോട്ടും കൂടി കാണിക്കുകയാണെങ്കിൽ ഇവിടത്തെ ആരേനെ ഫോർവേഡ് എന്നും ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം, ബാക്ക്വേർഡ് എന്നും വിളിക്കുന്നു. അങ്ങനെ ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷൻസും ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, സൈമൾട്ടേനിയസ്ലി നടക്കുന്ന ആ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഇക്വിലിബ്രിയം എന്ന് വിളിക്കാൻ പറ്റും. നോക്കിക്കേ, അത് മാത്രമല്ല, അതായത് ഇക്വിലിബ്രിയം എന്ന് വിളിക്കണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് സ്പീഡ് മീൻസ് സ്പീഡ് ആണല്ലോ, അത് തുല്യമായാലും ഇക്വിലിബ്രിയം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് ആ റിയാക്ഷനുകളെ എന്ത് വിളിക്കാൻ പറ്റും, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന റിയാക്ഷനുകളെ മാത്രം നമ്മൾ എന്ത് വിളിക്കാൻ പറ്റത്തുള്ളൂ, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഫോർവേഡും ബാക്ക്വേർഡും നടന്നാൽ മാത്രമേ നമുക്ക് റിവേഴ്സിബിൾ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ആ കാര്യം നിങ്ങളെ മനസ്സിലിരുന്നോട്ടെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇവിടെ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കും. അതേപോലെ തന്നെയാണ് അയഡിന്റെ കേസിലും ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. റെഡിയാണല്ലോ? ഇനി അപ്പൊ നമ്മൾ ഫ്ലൂറിനേഷൻ ഔട്ടായി, അയഡിനേഷനും ഔട്ട് ആയിട്ടുണ്ട്, ശരിയല്ലേ? ബാക്കി രണ്ടേ ആളുകൾ, ഒന്നാമത്തത് ഏതായിരിക്കണം, ക്ലോറിൻ ആണ്. അപ്പൊ ക്ലോറിനേഷനും അടുത്തെന്തുണ്ട്, ബ്രോമിനേഷനും. അപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ മക്കളെ, ഈ ക്ലോറിനേഷൻ നടക്കണമെങ്കിലും അതേപോലെ തന്നെ ഈ ബ്രോമിനേഷൻ നടക്കണമെങ്കിലും ഒരാളുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞോണം, ലൂയിസ് ആസിഡിന്റെ പ്രസൻസ് ആണെന്നുള്ളൊരു കാര്യം അപ്പൊ തന്നെ മനസ്സിലിരിക്കണം. എന്തായിരിക്കണം, ലൂയിസ് ആസിഡിന്റെ പ്രസൻസ് ഇല്ലാതെ ഒരിക്കലും എന്ത് നടക്കില്ല, ക്ലോറിനേഷനോ ബ്രോമിനേഷനോ നടക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോ നിങ്ങളുടെ മനസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, എന്താണ് ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് നിങ്ങൾ അതും ഇവിടെ പഠിച്ചിട്ടുണ്ട് മക്കളെ, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോ അത് ആദ്യം നമ്മൾ നോക്കാൻ പോവുക. അപ്പൊ അടുത്ത കാര്യം കിട്ടി, ലൂയിസ് ആസിഡ് എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിക്കേ, ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അപ്പൊ തന്നെ വേണം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയി. ഇലക്ട്രോണിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാ, അപ്പൊ അതിലേക്കൊന്നും വരുന്നില്ല. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷ്യസുകളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആരെ കണ്ടാലും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ലൂയിസ് ആസിഡ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷ്യസുകളെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, ലൂയിസ് ആസിഡ്. അപ്പൊ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഇവിടുന്ന് പറയാൻ പറ്റും, ലൂയിസ് ബേസ് എന്തായിരിക്കുക, ലൂയിസ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണ്ടേ. അപ്പൊ ലൂയിസ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കണം ലൂയിസ് ബേസ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ലൂയിസ് ബേസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ, അമോണിയ എന്ന് പറയുന്നത് ഒരു ലൂയിസ് ബേസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? കാരണം എന്താ, അമോണിയക്കകത്ത് എന്തുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അമോണിയ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലൂയിസ് ബേസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അപ്പൊ എന്തായിരിക്കണം, അതിനൊരു എക്സാമ്പിൾ നമുക്ക് കിട്ടി. ഏതായിരിക്കണം അവിടെ എക്സാമ്പിൾ, വേഗം പറഞ്ഞേ, NH3 എന്ന് പറയുന്നത്. NH3 എന്തുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അമോണിയനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. നോക്കിക്കേ, അമോണിയയുടെ സ്ട്രക്ചർ എങ്ങനെ വരിക, നൈട്രജൻ ആണ് സെന്ററിൽ വരിക. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, തൊട്ടടുത്ത ഹൈഡ്രജൻ ഉണ്ട്, അതേപോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ബോണ്ട് എത്ര ഉണ്ട്, 1, 2, 3 ബോണ്ടാണുള്ളത്, അല്ലെ? ശരിയല്ലേ? അമോണിയക്കകത്ത് എത്ര ബോണ്ട് ഉണ്ട്, 1, 2, 3 ബോണ്ട് ഉണ്ട്. അപ്പൊ എത്ര ബോണ്ട് പെയർ ഉണ്ട്, 3 ബോണ്ട് പെയർ ആണ് അമോണിയക്കകത്ത് വരുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. എത്രയുടെ, 3 ബോണ്ട് പെയറും ബാക്കി 2 ലോൺ പെയർ. നോക്കിക്കേ, മുകളിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഇല്ല, 2 എന്ന് പറഞ്ഞത് 2 ഇലക്ട്രോൺ പെയർ ആണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഓക്കെ, അത് നോക്കിയതാ, സോറി, 2 ഇലക്ട്രോൺ പെയറും പോട്ടെ, എന്താ പറയുക, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ.
അത് നോക്കിയടാ, അപ്പൊ എത്തുണ്ട് നമുക്കറിയാം 3 ബോണ്ട് പെയറും 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ആണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പൊ നോക്കിക്കേ, 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ് അമോണിയക്കകത്ത് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പൊ അമോണിയക്കകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അവൻ എന്തായിട്ട് മാറി? ഇലക്ട്രോൺ റിച്ച് ആയിട്ട് മാറി. അവൻ ലൂയിസ് ആസിഡ് ആയിട്ട് മാറി, ലൂയിസ് ബേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ലൂയിസ് ആസിഡ്സിനെ കുറിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ സംശയം എന്തായിരിക്കണം? ലൂയിസ് ആസിഡ്സ് ഏതൊക്കെയെന്ന് മനസ്സിലുണ്ടാവണം, ശരിയല്ലേ? അപ്പൊ ലൂയിസ് ആസിഡ് ആയിട്ട് നിങ്ങൾ ആകെ പഠിച്ചു വെക്കേണ്ട, നമുക്ക് ഓർഗാനിക്കിൽ ആവശ്യമുള്ളത് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ലൂയിസ് ആസിഡിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഏതൊക്കെ ആയിരിക്കും മക്കളെ? വേറെ ഒന്നുമില്ല, ലൂയിസ് ആസിഡിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അൺഹൈഡ്രസ് ആയിട്ടുള്ള AlCl3 പറയാം, അൺഹൈഡ്രസ് ആണ്. അൺഹൈഡ്രസ് ആയിട്ടുള്ള AlCl3 പറയാം, അൺഹൈഡ്രസ് ആയിട്ടുള്ള FeCl3 പറയാം. ഇതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം. അത് നോക്കിയടാ, അൺഹൈഡ്രസ് ആയിട്ടുള്ള AlCl3യും അതേപോലെ തന്നെ അൺഹൈഡ്രസ് ആയിട്ടുള്ള FeCl3 നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇവന്മാരെല്ലാം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അതേപോലെ തന്നെ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരുമാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ബെൻസീൻ റിങ്ങോ ബെൻസീൻ റിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ബെൻസീൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന റിങ്ങോ നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. റെഡിയല്ലേ? ഇനി നമ്മൾ ആദ്യം തന്നെ അപ്പൊ ബെൻസീനെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ബെൻസീൻ റിങ്ങിനെ കുറിച്ചിട്ടാണ് മക്കളെ. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ബെൻസീൻ റിങ് എടുക്കുന്നുണ്ട്. നോക്കിക്കേ, ഇത്രയുള്ള കാര്യം. ബെൻസീൻ റിങ് വരയ്ക്കാൻ ഓക്കെ, ഞാനിവിടെ ബെൻസീൻ റിങ് വരച്ചിട്ടുണ്ട്. റെഡിയാണല്ലോടാ? ഓക്കെ അല്ലേ? അപ്പൊ ബെൻസീൻ റിങ് എടുത്തിട്ടുണ്ട്. ഈ ബെൻസീൻ റിങ്ങില് നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താൻ പോവുക. ആദ്യം ഞാൻ പറഞ്ഞത് ഏതാണ് മക്കളെ പറഞ്ഞു വരുന്നത്? ക്ലോറിനേഷനും പഠിക്കണം, അതേപോലെ തന്നെ ബ്രോമിനേഷനെ പോസിബിൾ ആവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയഡിനേഷൻ നമുക്ക് നടത്താൻ പറ്റുമെന്ന് വെച്ചാൽ നടത്താൻ പറ്റും, പക്ഷേ ഈ പറഞ്ഞ റിയാക്ഷൻ റിവേഴ്സിബിൾ നടക്കും. അതേപോലെ തന്നെ ഫ്ലോറിനേഷൻ നടത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഫ്ലോറിനേഷൻ നടത്താൻ പറ്റും, പക്ഷേ ആ റിയാക്ഷൻ എന്തായിരിക്കണം? ഹൈലി എക്സ്പ്ലോസീവ് ആണ് അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആണെന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, ഇത് ബെൻസീൻ റിംഗ് ആണ്. ബെൻസീനെ നമുക്ക് എങ്ങനെയും കാണിക്കാൻ പറ്റും. ബെൻസീനെ വേറൊരു രീതിയിലും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെൻസീൻ റിങ്ങിനെ കാണിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതും കൂടി ഞാനൊന്ന് വരയ്ക്കുന്നുണ്ട് മക്കളെ. വേറെ ഒന്നുമില്ല സംഗതി. ബെൻസീന്റെ അകത്ത് നോക്കിക്കേ, ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? സിംഗിൾ ബോണ്ടും അതേപോലെ തന്നെ ഡബിൾ ബോണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ബെൻസീന്റെ അകത്ത് എന്തുണ്ട്? സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അല്ലെ? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിസ്റ്റം ആണ് എന്ന് പറയുക ബെൻസീൻ റിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ബെൻസിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ മക്കളെ, ബെൻസീൻ എടുത്തു. ബെൻസീന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര സിഗ്മ ബോണ്ട്, എത്ര പൈ ബോണ്ട്, ഇത് എപ്പോഴും എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ബെൻസീൻ റിംഗ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, വേറെ ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടടാ. വേറെ ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇവിടെ എല്ലാം എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഈ തൊട്ടടുത്ത് വീണ്ടും ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെ ഹൈഡ്രജന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈഡ്രജനാ പൊതുവെ വരുന്നത്? നോക്കിക്കേ, 6 ഹൈഡ്രജൻ ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ അകത്ത് പിന്നെ വേറെ ആരും ഉണ്ട്? ഇതേ അർത്ഥത്തിൽ വരുന്ന എത്ര കാർബൺ ഉണ്ട് മക്കളെ? 6 കാർബണും കൂടിയുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ മോളിക്കുലാർ ഫോർമുല ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. C6H6 എന്നാണ് ബെൻസീന്റെ മോളിക്കുലാർ ഫോർമുല. ഇതൊന്നും ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, ശരിയാണല്ലോ? അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ അകത്ത് എത്ര സിഗ്മ ബോണ്ട്, എത്ര പൈ ബോണ്ട്, ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ബെൻസീന്റെ അകത്ത് എത്ര സിഗ്മ ബോണ്ട്, പൈ ബോണ്ട് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് മക്കളെ. വേറെ ഒന്നുമില്ല, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെന്ന് വിചാരിച്ചോളാം. അപ്പൊ നോക്കിക്കേ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതെന്താണ്? സിഗ്മ ബോണ്ട് മാത്രമേ വരുന്നത്. അതേപോലെ തന്നെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിൽ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം എന്തായിരിക്കണം? പൈ ബോണ്ടുമായിരിക്കും. അതേപോലെ തന്നെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിൽ ഒരെണ്ണം സിഗ്മയും ബാക്കി 2 എന്തായിരിക്കും? പൈ ബോണ്ടുമായിരിക്കും. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കണം. മനസ്സിലായോ? അപ്പോ ഇത് മാത്രമല്ല, കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് വന്നാലും അതെന്തായിരിക്കണം? സിഗ്മ ബോണ്ട് തന്നെയാണെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ
അല്ലേ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എണ്ണിക്കയുടെ മക്കളെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ട്, ശരിയല്ലേ? കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ട്. തൊട്ടടുത്ത് നോക്കി, കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ട്. അടുത്തെന്താ? കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് സിഗ്മ, ഇത് സിഗ്മ, ഇത് സിഗ്മ. അങ്ങനെ ടോട്ടൽ എത്ര സിഗ്മയായി അവിടെ? 6 സിഗ്മ ബോണ്ട് അപ്പൊ തന്നെ ആയിട്ടുണ്ട്. 6 സിഗ്മ ബോണ്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ബാക്കി വരുന്ന എന്തൊക്കെയുണ്ട്? തൊട്ടടുത്ത് ഇത് മാത്രമാണോ? കാർബൺ ഉണ്ട്. ഇവിടെ 2 കാർബൺ ഇല്ലേ? അങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 അങ്ങനെ ടോട്ടല് 12 സിഗ്മ ബോണ്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ പിള്ളേർ എപ്പോഴും നമുക്ക് തെറ്റിച്ചു വെക്കുന്ന ഒരു സംഗതി ഇല്ലേ മക്കളെ? 6 സിഗ്മ ബോണ്ട് ഒറ്റയടിക്കാൻ ഇത് തെറ്റാണ്, അപ്പൊ തന്നെ തെറ്റിട്ടും. ശരിയല്ലേ? അപ്പൊ തന്നെ എൻട്രൻസ് എക്സാമിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ശരിയല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല സംഗതി. അപ്പൊ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പൈ ബോണ്ട് എണ്ണാൻ എളുപ്പമാണ്. 1 2 3 ഇത്രയേ ഉള്ളൂ. 3 പൈ ബോണ്ട് ഉണ്ട്. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് വരുന്ന സംഗതിയാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ 3 പൈ ബോണ്ടുകളാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. കിട്ടിയല്ലോടെ മക്കളെ? ഇത്രയുള്ള കാര്യം. അപ്പൊ നോക്കിയേ, 12 സിഗ്മ ബോണ്ടും 3 പൈ ബോണ്ടുമാണ് ആരിൽ വരിക? തീർച്ചയായിട്ടും ബെൻസീൻ റിങ്ങിന്റെ അകത്ത് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ 12 സിഗ്മ ബോണ്ടും 3 പൈ ബോണ്ടുമാണ് ബെൻസീനിൽ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഹാലജനേഷനിലേക്ക് കടക്കാം. അപ്പൊ ഹാലജനേഷൻ റിയാക്ഷനിൽ നമ്മൾ 2 പഠിക്കുന്നുള്ളൂ. ഏതൊക്കെയാണ് മക്കളെ? ക്ലോറിനേഷനും അതേപോലെ തന്നെ അയോഡിനേഷനും. റിയാക്ഷൻ നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. ബ്രോമിനേഷൻ അല്ലെ? അപ്പൊ അതില് ഞാൻ റിയാക്ഷൻ നടത്താൻ പോവാ. വേറെ ഒന്നുമില്ല മക്കളെ, നമ്മൾ നോക്കാം. ഇത്രയുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? റിയാക്ഷൻ നടത്താൻ പോവാ. അപ്പൊ നമുക്ക് നോക്കാടാ മക്കളെ, സംഗതി എളുപ്പമാണ്. ടപ്പേന്ന് ആൻസർ പറയാൻ പറ്റും. നോക്കിക്കേ, അപ്പോ ബെൻസീൻ റിങ്ങിനെ എടുത്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ക്ലോറിനേഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുക്കണം? ക്ലോറിനെ ആഡ് ചെയ്ത് കൊടുക്കണം. ക്ലോറിനെ മാത്രം കൊടുത്താൽ പോരാ, നമുക്ക് അതിന്റെ ഒപ്പം തന്നെ ആരെ കൊടുക്കണം? ക്ലോറിൻ എന്ന് പറയുന്നത് വെറും Cl ആയിട്ട് ഒരിക്കലും നിൽക്കില്ല, Cl2 ആയിട്ട് നിൽക്കത്തുള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് ഡൈ അറ്റോമിക് സ്റ്റേറ്റിലേ നിൽക്കത്തുള്ളൂ. അതേപോലെ തന്നെ ലൂയിസ് ആസിഡിന്റെ പ്രസൻസ് കൊടുക്കണം. ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ അൺഹൈഡ്രസ് ആയിട്ടുള്ള AlCl3 അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? FeCl3 നമുക്ക് കൊടുക്കാം. ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ബെൻസീൻ റിങ്ങിന്റെ മുകളിലെ യാതൊരു സബ്സ്റ്റിറ്റ്യൂഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ എങ്ങനെയായിരിക്കണം? നേരെ എന്ത് ചെയ്യുന്നു? ബെൻസീൻ റിങ് നമ്മൾ അങ്ങ് വരയ്ക്കുന്നു. അതിന്റെ മുകളിലേക്ക് ആരെ കൊടുക്കുന്നു? ക്ലോറിനെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവന്റെ പേരെന്താണ് മക്കളെ? പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റൂലോ. ഇവന്റെ പേരാണ് ക്ലോറോബെൻസീൻ എന്നാണ് നമുക്ക് വിളിക്കുക. എന്താ വിളിക്കുക? ക്ലോറോബെൻസീൻ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ആരെ കിട്ടി? ബെൻസീനെ എടുത്തിട്ട് ക്ലോറിനേഷൻ നടത്തി കഴിഞ്ഞു. നമ്മൾ എങ്ങനെ ക്ലോറിനേഷൻ നടത്തുമ്പോൾ ഒരാളുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അവൻ ഏതാടാ? തീർച്ചയായിട്ടും ലൂയിസ് ആസിഡിന്റെ പ്രസൻസ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടി? ക്ലോറോബെൻസീനെ കിട്ടി. അപ്പൊ തൊട്ടടുത്തുള്ള നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കുമല്ലോ, ഞാൻ പറഞ്ഞു തരാതെ. നേരെ നോക്കിക്കേടാ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ബ്രോമിനേഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും BRTയുടെ പ്രസൻസ് കൊടുക്കണ്ടേ, അല്ലാതെ Cl2യുടെ പ്രസൻസ് കൊടുത്തിട്ട് വല്ല കാര്യം ഉണ്ടോടാ മക്കളെ? ഇല്ല. ആ കാര്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇവിടെ അൺഹൈഡ്രസ് ആയിട്ടുള്ള AlCl3ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? AlBr3 ആകാം. മനസ്സിലായോടാ? അപ്പോ AlBr3 അല്ലെങ്കിൽ FeBr3 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ കിട്ടിയല്ലോ കാര്യം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞേ, ഇതിന്റെ മുകളിൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ആരേ വരത്തുള്ളൂ? Br വരത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ക്ലോറോ ബെൻസീൻ അല്ല അവിടെ കിട്ടുക. ഇവിടെ എന്ത് വരുന്നു? ബ്രോമോ ബെൻസീൻ ആണ് കിട്ടുക. ബ്രോമോ ബെൻസീനെയാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? പവർ വരട്ടേടാ, എന്താടാ എനർജി ഇല്ലാത്ത? വേഗം പറഞ്ഞേ. അപ്പൊ ക്ലോറോ ബെൻസീനും കിട്ടി, അതേപോലെ തന്നെ ബ്രോമോ ബെൻസീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള കാര്യം. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസിൽ, അതായത് ഓൾറെഡി ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള കേസാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അവിടെ വരുന്ന സമയത്ത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളെ പൊതുവെ കിട്ടുക. മെറ്റാ പ്രോഡക്റ്റും വരുന്നുണ്ടല്ലോ മക്കളെ. മെറ്റാ പ്രോഡക്റ്റും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഈ മെറ്റാ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മെറ്റാ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടെക്സ്റ്റില് NCERT ടെക്സ്റ്റിൽ ആകെ പറയുന്ന 2 ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ മെറ്റാ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ മെക്കാനിസം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അതെന്തായാലും ചോദിക്കൂടാ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം.
അത് നമുക്ക് ശരിക്കും പറഞ്ഞ ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക, ഒരൊറ്റ ഡയറക്ഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഓവറോൾ അങ്ങ് തീർക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കടാ, ഇത്രയുള്ള കാര്യം. അപ്പോൾ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ ഇപ്പം ഞാൻ പറയുന്നതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തതാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസ് തൊട്ടടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ, ഇത്രയും സെറ്റ് ആണല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ള ഏതാ മക്കളെ, നൈട്രേഷൻ ആണ് പറയാനുള്ള. ഇനി തൊട്ടടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ആരെ കുറിച്ചിട്ടാന്ന് പറയാം മക്കളെ, വേറെ ഒന്നുമില്ലടാ, നൈട്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നൈട്രേഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആരെ വേണം, തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ പഠിച്ച പോലെ തന്നെ ബെൻസീൻ റിങ്ങിന് അവിടെ എന്തായാലും വേണം. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബെൻസീൻ റിങ് ഇല്ലാത്ത കളിയില്ല, അതാണ് നമ്മുടെ മനസ്സിൽ വേണ്ടേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെൻസീൻ റിങ് എടുത്തിട്ടുണ്ട്. ബെൻസീൻ റിങ്ങിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാടാ, ഈ പറഞ്ഞ പോലെ നൈട്രേഷൻ നടത്തണമെങ്കിൽ ആര് വേണം, നൈട്രേഷൻ നടത്തുമ്പോൾ നൈട്രേറ്റ് മിക്സ്ചർ നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കണം. അപ്പോൾ ആദ്യം ഞാൻ നടത്താൻ പോകുന്ന നൈട്രേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ അല്ലേടാ, നൈട്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നൈട്രേഷൻ ആണ് ആദ്യം പറയുന്നത്. അപ്പൊ നൈട്രേഷന് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HNO3 ബാർ H2SO4 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ മനസ്സിലാക്കി വെക്കണേ മക്കളെ, നൈട്രേറ്റ് മിക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കണം, കോൺസെൻട്രേറ്റഡ് HNO3 ബാർ H2SO4 ആണ്. അതിന് വരുന്ന നോക്കണേ മക്കളെ, അതിന് വരുന്ന ഇലക്ട്രോഫൈലാണ് നമുക്ക് വേണ്ടത്. ആ ഇലക്ട്രോഫൈൽ എവിടെ കയറണം, നോർമൽ കേസിലെല്ലാം ഓർത്തോ പാരയിൽ കയറുക, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസിലാട്ടോ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലാത്ത കേസ് സ്ഥിതിക്ക് ഡയറക്റ്റ് ആയിട്ട് NO2 എന്ത് ചെയ്യും, ബെൻസീൻ റിങ്ങിൽ വന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസ് നമുക്ക് ഓൾറെഡി പറയാം. അപ്പൊ ഇവിടെ കോൺസെൻട്രേറ്റഡ് HNO3 ബാർ H2SO4 ഞാൻ കൊടുത്തു കഴിഞ്ഞ സമയത്ത് എന്താണ് സംഭവിക്കുക, ഇവിടെ നിന്ന് വരുന്ന നൈട്രേറ്റ് മിക്സർ ഏതാണ് നമുക്കറിയാം. നൈട്രേറ്റ് മിക്സർ ഏതാണ്, HNO3 ബാർ H2SO4. അതിൽ നിന്ന് വരുന്ന ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം അവിടെ, NO2+ ആണ് അല്ലെ, NO2+ ആണ്. അപ്പൊ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക, ബെൻസീൻ റിങ് നേരെ വരയ്ക്കുന്നു, യാതൊരു പണിയില്ല. ബെൻസീൻ റിങ് നേരെ വരച്ചിട്ട് ഇവിടെ NO2 കൊണ്ട് കൊടുക്കുക. കാരണം ഓർത്തോ പാര നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ശരിയല്ലേ. അപ്പൊ ഓർത്തോ പാര എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. തൽക്കാലം അവിടെ ഇങ്ങോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഏതാടാ പറഞ്ഞിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞു, നൈട്രേഷൻ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് വരുന്നതാണ് സൾഫോണേഷൻ റിയാക്ഷൻ. സൾഫോണേഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കേണ്ട 2 ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണം. ഒന്നാമത് നമ്മൾ കൊടുക്കേണ്ടത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിനെയാണ് കൊടുക്കുക. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് അഥവാ ഒലിയം എന്ന് വിളിക്കും. ഒലിയം അഥവാ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ്. കേട്ടേടാ, ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് അഥവാ ഒലിയം. അതിനെ വേറൊരു പേര്, അതിന്റെ കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതണ്ടേ, H2SO4 പോലെ. അതായത് H2S2O7നെയാണ് നമുക്ക് എന്ത് വിളിക്കുക, ഒലിയം എന്ന് വിളിക്കുക. അതിന് വേറൊരു പേരാണ് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഇലക്ട്രോഫൈലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും SO3H ആണ്. അപ്പോൾ നോക്കണ്ട, സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർത്തോയിലും പാരയിലും വന്ന് അറ്റാച്ച് നടത്തുന്നതിന് അതിനകത്ത് 2 പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നേരെ എന്ത് ചെയ്യുന്നു, ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യുന്നു, SO3H വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ, കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു, ഹാലജനേഷനിൽ 2 പറഞ്ഞു, ക്ലോറിനേഷനും പറഞ്ഞു, ബ്രോമിനേഷനും പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ എന്ത് പഠിച്ചൂടാ, അതേപോലെ തന്നെ നൈട്രേഷൻ പഠിച്ചു. പിന്നെ നമ്മൾ സൾഫോണേഷൻ പഠിച്ചു. പിന്നെ 2 കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും പറയാനുണ്ട്. അതേപോലെ തന്നെ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷനും പറയാനുണ്ട്. അപ്പൊ അതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കേടാ, അതും വളരെ എളുപ്പമുള്ള സംഗതിയാണ്. ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ബെൻസീൻ റിങ്ങിനെ വരയ്ക്കുന്നുണ്ട്. ബെൻസീൻ റിങ് വരച്ചിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം. അത് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ബെൻസീൻ റിങ്ങിനെ വരച്ച്. അപ്പൊ കാര്യം കഴിഞ്ഞു. നോക്കിക്കേടാ, ഫ്രീഡൽ ക്രാഫ്റ്റ് ഏതാ വരുന്നത്, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അപ്പൊ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നമുക്ക് നോക്കാടാ, വേറെ ഒന്നുമില്ല. ഫ്രീഡൽ ക്രാഫ്റ്റ് ഇത് ബെൻസീൻ റിങ് ആട്ടോ, അത് വരച്ചപ്പോൾ മിസ്റ്റേക്ക് വന്നു. അപ്പൊ അത് നമുക്ക് വേഗം ഡിലീറ്റ് ചെയ്തേക്കാം, മറ്റടുത്തേനെ കയറ്റാം. നോക്കാം. അത് നോക്കിയേ, ബെൻസീൻ റിങ് വരച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, നമ്മൾ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ. ആൽക്കൈലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആൽക്കൈൽ ഹാലൈഡിനെ കൊടുക്കുക. ഒരു എക്സാമ്പിൾ എഴുതുന്നത് CH3Cl. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, CH3Cl കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ആരാടെ കയറുക, CH3 വന്നിട്ട് ബെൻസീൻ റിങ്ങിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അത്രയേ ഉള്ളൂ കാര്യം. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ CH3 വന്ന് അറ്റാച്ച് ചെയ്യും. അതേപോലെ തന്നെ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആസിഡ് ക്ലോറൈഡ് ഗ്രൂപ്പ് CH3
ഈ CO എന്നാ വിളിക്കുക അല്ലെ, ഈ ഗ്രൂപ്പ് വന്നാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇത് മനസ്സിലാക്കണം. അപ്പൊ ബെൻസീൻ റിംഗ് വരയ്ക്കുന്നുണ്ട്, ബാക്കി ആര് വരുന്നുണ്ട്, COCH3 ആണ് നമുക്ക് അവിടെ കിട്ടുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം എന്താണ് പറഞ്ഞേക്കുന്നത്, ഡയറക്ട്ലി വന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസാണ് പറഞ്ഞത്. അതായത് ഇതിന്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്ട്ലി ബെൻസീൻ റിംഗിൽ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള ഏതെങ്കിലും ഒരു ബെൻസീൻ റിംഗ് ആണ് നമുക്ക് കിട്ടിയ, എക്സാമ്പിൾ ടൊളുവിനൊക്കെ പോലുള്ളവയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വരണമായിരുന്നു, അതിന്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആണ് പ്രധാനമായിട്ടും പ്രോഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് പൊതുവെ വരുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് മാത്രമല്ല മെറ്റാ പ്രോഡക്റ്റിംഗ് പോസിബിൾ ആണ് എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസ് എടുത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.